യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടുത്തിടെ ഒരു കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാതു ഖനന കരാറിൽ ഒപ്പുവെക്കുന്നതിന്റെ ഭാഗമായി വൈറ്റ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. പക്ഷേ രൂക്ഷമായ വാക്പോര് മാത്രമാണ് അവിടെ നടന്നത്. ഒരു കരാറും ഒപ്പുവെക്കപ്പെട്ടില്ല. ദിവസങ്ങൾക്കിപ്പുറം മാർച്ച് 3 യുക്രൈനുള്ള സൈനിക സഹായങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ട്രംപ് സെലൻസ്കിയെയും ലോകരാജ്യങ്ങളെയും ഞെട്ടിച്ചു. പിന്നാലെ യുക്രൈന് ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് കൂടി നിർത്തി. യുക്രൈനെതിരായ കടുത്ത തീരുമാനങ്ങൾക്കുള്ള കാരണം ചോദിച്ചാൽ USനും ട്രംപിനും പറയാൻ ഒരു മറുപടിയേ ഉള്ളൂ: സെലൻസ്കി. അയാൾ അഹങ്കാരിയാണ്. തെരഞ്ഞെടുപ്പ് നടത്താതെ അധികാരത്തിൽ തുടരുന്ന സ്വേച്ഛാധിപതിയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലാത്തയാളാണ് എന്നിങ്ങനെയാണ് ആരോപണങ്ങൾ. സെലൻസ്കിയെക്കുറിച്ചുള്ള ട്രംപിന്റെയും സംഘത്തിന്റെയും ആരോപണങ്ങളുടെ നിജസ്ഥിതി കൂടി പരിശോധിക്കാം. ഒരു രാജ്യം യുദ്ധമുഖത്തായിരിക്കുമ്പോൾ അവിടെ സൈനിക നിയമമാണ് നടപ്പാകുക. അത് പിൻവലിക്കും വരെ തെരഞ്ഞെടുപ്പ് നടക്കില്ല. യുക്രൈൻ അങ്ങനെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ മെയ്യിൽ കാലാവധി കഴിഞ്ഞിട്ടും സെലൻസ്കി അധികാരത്തിൽ തുടരുന്നത്, അല്ലാതെ സ്വേച്ഛാധിപതി ആയിട്ടല്ല. ഇനി ധാതു കരാറിന്റെ കാര്യം. യഥാർത്ഥത്തിൽ നനഞ്ഞയിടം കുഴിക്കാനുള്ള ട്രംപിന്റെ കുശാഗ്ര ബുദ്ധിയാണ് ആ കരാർ. യുക്രൈനെ സമ്മർദ്ദത്തിലാക്കിയും ഭയപ്പെടുത്തിയും ഒക്കെ എളുപ്പത്തിൽ അത് നേടിയെടുക്കാമെന്നായിരുന്നു ട്രംപിന്റെ കണക്കൂട്ടൽ. അതിനുള്ള ആദ്യ ശ്രമമാണ് പാളിപ്പോയത്. ഇനി അടുത്ത ആരോപണത്തെക്കുറിച്ച്. യുദ്ധം തുടങ്ങിയത് യുക്രൈൻ അല്ല, റഷ്യയാണ്. അതും ഏകപക്ഷീയമായ യുദ്ധം. ഒരു രാജ്യത്തെ ആകെ തവിടുപൊടിയാക്കിയ യുദ്ധം. അത് അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ യുക്രൈനോ സെലൻസ്കിയോ ഇല്ല. അതാണ് യാഥാർത്ഥ്യം.